എന്താണ് സ്റ്റോക്ക്? ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങിയാൽ നമ്മൾ ആ കമ്പനിയുടെ ഒരു പാർട്ട് ഓണറായി. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയർസ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. എന്താണ് പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനി? എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തിച്ചേരുന്നത്? ഉദാഹരണ സഹിതം പറയാം. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി നമ്മുടെ നാട്ടില് ഒരു തുണിക്കട എന്ന് പറയുമ്പോൾ ഒരു മെൻസ് വെയർ തുടങ്ങാൻ തീരുമാനിച്ചു. ഞങ്ങൾ തുടങ്ങി. തരക്കേടില്ലാതെ നല്ല പ്രോഫിറ്റ് വന്നു തുടങ്ങിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു? നല്ല പ്രോഫിറ്റ് വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ ഞങ്ങളുടെ ഷോപ്പ് ഓപ്പൺ ആക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഓപ്പൺ ആക്കി. കൂടാതെ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗും ആരംഭിച്ചു. അങ്ങനെ വീണ്ടും നമ്മുടെ ബിസിനസ് വളർന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം, ഇന്ത്യ ഒട്ടാകെ നമുക്ക് നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആക്കിയാലോ, നമ്മുടെ ബിസിനസ് വളർത്തിയാലോ എന്നൊരു ചിന്ത. പക്ഷെ അതിന് വേണ്ട വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു, നമ്മുടെ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ കമ്പനി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ റൈസ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ കുറെ നാളത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങളുടെ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തു എന്നിരിക്കട്ടെ. അങ്ങനെ എന്റെ സുഹൃത്തിന്റെയും ഓണർഷിപ്പിലുള്ള ഞങ്ങളുടെ കമ്പനിയിൽ വിശ്വാസമുള്ള, ഞങ്ങളുടെ കമ്പനിയെ കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളുടെ കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങാൻ ആഗ്രഹിച്ചു വരുന്ന ആളുകൾക്ക് ഞങ്ങളുടെ കമ്പനിയുടെ ഷെയർസ് കൊടുക്കുന്നു. അപ്പോൾ ഇത്ര നാളും പ്രൈവറ്റ് ആയിരുന്നു ഞങ്ങളുടെ കമ്പനി, അങ്ങനെ പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനിയായിട്ട് മാറിക്കഴിഞ്ഞു. ഈ മേലിൽ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ലീഗലി IPO എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത്. IPO എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ആദ്യമായി ഒരു കമ്പനിയുടെ ഷെയർസ് പബ്ലിക്കിന് വിൽക്കുന്നതിനെയാണ് IPO എന്ന് പറയുന്നത്. ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു കമ്പനി അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കുള്ള ബാധ്യതകളോ ലോണൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കാനൊക്കെ ആയിട്ട് ഫണ്ട് റേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവർ അവരുടെ കമ്പനിയുടെ ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നു. ആ കമ്പനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാനുള്ള യോഗ്യതകൾ എല്ലാതും ഉണ്ടെങ്കിൽ അവർ ആദ്യം കടന്നു പോകുന്ന ഒരു പ്രോസസ്സാണ് IPO എന്ന് പറയുന്നത്. അങ്ങനെ ആ കമ്പനിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ആ കമ്പനിയുടെ ഷെയർസ് വാങ്ങാവുന്നതാണ്. അതുവഴി ക്യാപിറ്റൽ റേസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ IPO സക്സസ്ഫുൾ ആണെങ്കിൽ ആ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ അതുവരെ പ്രൈവറ്റ് ആയിരുന്ന കമ്പനി പിന്നീട് പബ്ലിക്കായി മാറും. ഇങ്ങനെയാണ് ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇതുപോലെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഷെയർസ് നമുക്കൊരു ബ്രോക്കറുടെ സഹായത്തോടെ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യാം. ഇങ്ങനെ നമുക്ക് നല്ലപോലെ വിശ്വാസമുള്ള, നമുക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു കമ്പനി, ആ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡർ ആവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ കമ്പനി IPO ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ കമ്പനിയുടെ ഷെയർസ് വാങ്ങാം. അതല്ല, ആൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണെങ്കിൽ അതിന്റെ ഷെയർസ് നമുക്ക് വാങ്ങാം. അങ്ങനെ കമ്പനി വളരുന്നതോടൊപ്പം നമ്മുടെ ഷെയർസിന്റെ വാല്യൂവും കൂടും. അതുവഴി നമുക്ക് ഒരു ലാഭം ഉണ്ടാക്കാവുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കമ്പനിയുടെ ഷെയർസ് 10 രൂപയുള്ളപ്പോൾ നമ്മളൊരു 100 എണ്ണം വാങ്ങി. 10 × 100 1000. കുറച്ച് നാളുകൾക്ക് ശേഷം ആ കമ്പനിയുടെ ഷെയർ 25 രൂപ എത്തി. അപ്പോൾ നമ്മൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ 25 × 100 2500. നമ്മൾ വാങ്ങിയത് 1000 രൂപയ്ക്ക്. 2500 മൈനസ് 1000 ബാക്കി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1500. അവിടെ 1500 രൂപ നമുക്ക് ലാഭം കിട്ടുന്നു.